പ്രണയിനി രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 17. പതിവിലും കൂടുതൽ ആദിയും പരവേശവും അന്ന് എനിക്ക് അനുഭവപ്പെട്ടു. കാറിൻ്റെ ഡോറ് തുറന്നതും അതിലേക്ക് കയറിയിരുന്നതും വെപ്രാളപ്പെട്ടുകൊണ്ട് തന്നെയാണ്. കയറിയിരുന്ന് ഡോറടച്ചതിന് ശേഷം ഞാൻ മുകുന്ദേട്ടനെ ഒന്ന് പാളി നോക്കി. അപ്പോൾ കണ്ടു ആൾ എന്നെയും നോക്കിക്കൊണ്ട് സ്റ്റീരിയോയിലെ പാട്ടിനനുസരിച്ച് സ്റ്റിയറിങ്ങിൽ താളമിട്ടിരിക്കുന്നത്. പോകാം. പതിവിന് വിപരീതമായി അന്ന് മുകുന്ദേട്ടൻ എന്നോട് ചോദിച്ചു. ഒന്ന് മൂളിക്കൊണ്ട് തലയാട്ടിയതും ആള് വണ്ടി മുന്നോട്ടേക്ക് എടുത്തിരുന്നു. കാറിനുള്ളിൽ അന്ന് പതിഞ്ഞ ശബ്ദത്തിൽ കേൾക്കുന്ന പ്രേമഗാനം എനിക്ക് ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം മനസ്സ് മുഴുവനും ഏട്ടനെ എൻ്റെ പ്രണയം എങ്ങനെ അറിയിക്കും എന്നുള്ള ആലോചനയിലായിരുന്നു. തൻ്റെ ഇഷ്ടത്തെ ഏട്ടൻ അംഗീകരിക്കുമോ എന്നുള്ള ഭയം ഒരു വശത്ത്, ഇനിയിപ്പോൾ മുകുന്ദേട്ടൻ സമ്മതിച്ചാൽ തന്നെ ഇരു വീട്ടുകാരെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എന്നുള്ള ചിന്ത മറ്റൊരു വശത്ത്. ബാക്കിയുള്ളവരെയൊക്കെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചാലും പ്രധാനമായി എൻ്റെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുവാൻ എന്തൊക്കെ കടമ്പകൾ കടക്കണം എന്ന പേടി വേറെ. എനിക്ക് വല്ലാത്ത സങ്കടം വന്നു. ഒടുവിൽ കോളേജിൻ്റെ ഗേറ്റ് തുറന്ന് വണ്ടി ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് താൻ ഉള്ളിലുള്ളത് ഇതുവരെ ഏട്ടനോട് പറഞ്ഞില്ലല്ലോ എന്ന കാര്യം ചിന്തിച്ചത് തന്നെ. ഷെടാ, ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്ന് ആശങ്കപ്പെട്ടപ്പോഴാണ് കോളേജിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ആളോട് എങ്ങനെയെങ്കിലും പറയാമെന്ന് മനസ്സിൽ കരുതിയത്. കാറ് നിർത്തിയപ്പോൾ ഏട്ടൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് ഞാൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആളിൻ്റെ നോട്ടം അപ്പോഴും എൻ്റെ നേർക്കായിരുന്നില്ല, മുൻപിലേക്കായിരുന്നു എന്നത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. നേരെ കോളേജിലേക്ക് നടക്കുന്നതിനിടയിൽ ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. റിവേഴ്സ് എടുത്ത് ഗേറ്റിന് നേർക്ക് പാഞ്ഞു പോകുന്ന മൂന്തേട്ടൻ്റെ കാറാണ് എനിക്ക് കാണാൻ സാധിച്ചത്. കൂട്ടുകാരോടൊപ്പം തന്നെ ഞാനും ക്ലാസ്സിലേക്ക് കയറി. എന്നെ കാത്തെന്ന വണ്ണം രുദ്രൻ അപ്പോൾ ക്ലാസിൻ്റെ വാതിൽക്കൽ നോക്കി നിൽപ്പുണ്ടായിരുന്നു. പ്രിയേ, എനിക്ക് നിന്നോടിത്തിരി സംസാരിക്കാനുണ്ട്. എന്നെ കണ്ട ഉടൻ തന്നെ രുദ്രൻ എൻ്റെ മുൻപിൽ വന്നതെന്ന് വല്ലായ്മയോടെ പറഞ്ഞതും അവൻ്റെ വാക്കുകൾ നിരസിക്കാൻ എനിക്കായില്ല. ഒന്ന് തലകുലുക്കിക്കൊണ്ട് രുദ്രൻ്റെ പിന്നാലെ മെല്ലെ നടന്നു. ക്ലാസ്സിന് മുൻപിൽ നിന്ന് ഇത്തിരി മാറി വരാന്തയിലെ തൂണിൽ ചാരി നിൽക്കുന്നവൻ്റെ മുൻപിലേക്ക് ഞാൻ ചെന്ന് നിന്നു. അത് പ്രിയേ, എന്നോട് ക്ഷമിക്കണം. ഞാൻ കാരണം തനിക്ക് നാണക്കേടായല്ലേ? വല്ലായ്മയോടെ അവൻ പറയുന്നത് കേട്ടതും ഞാനൊന്ന് ചിരിച്ചുകൊണ്ട് കണ്ണു ചിമ്മി. സാരമില്ല എന്ന രീതിയിൽ. അങ്ങനെയല്ല പ്രിയേ, കാര്യങ്ങൾ അറിയാൻ ഞാൻ വൈകി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പേരിലുണ്ടായ വഴക്കല്ലേ അത്. ഇന്നലെ മുകുന്ദേട്ടൻ ഈ ക്യാമ്പസിൽ വന്നില്ലായിരുന്നെങ്കിൽ നിൻ്റെ അവസ്ഥ എന്തായിരുന്നിരിക്കും? അവൻ കുറ്റബോധം കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതൊന്നും സാരമില്ല രുദ്ര, നീ അതൊന്നും അറിഞ്ഞോണ്ടല്ലോ. അത് മാത്രമല്ല, ഇക്കാര്യത്തിൽ നീ തെറ്റൊന്നും ചെയ്തിട്ടുമില്ല. അവന് ഞാൻ ധൈര്യമേകാൻ ശ്രമിച്ചു. പിന്നെയും ചെക്കൻ കുറേ പ്രാവശ്യം എന്നോട് ക്ഷമയച്ചു. ഒടുവിൽ സംസാരിച്ച് അവനെ ഒന്ന് ഓക്കെ ആക്കി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ക്ലാസ്സിലേക്ക് കയറിയത് തന്നെ. മാഡം വന്നതും അവരുടെ പിന്നാലെ ലാബിലേക്ക് നടന്നു. പിന്നീട് തിരക്കുകളുടെ സമയമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ രാവിലെ തൊട്ട് ഉച്ച കഴിയുന്നിടം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അനങ്ങാൻ പോലുള്ള സമയം കിട്ടിയില്ല എന്ന് വേണം പറയുവാൻ. ഒടുവിൽ ലാബ് അവസാനിച്ചപ്പോഴാണ് പൊടും തന്നെ മുകുന്ദേട്ടനോട് കോളേജിലേക്ക് വിളിച്ചു വരാൻ പറയുന്ന കാര്യം ഓർത്തത്. അപ്പോൾ തന്നെ ഞാൻ ആ ദീപാട്ടത്തിയെ വിളിച്ചു പറഞ്ഞു. എന്തോ ഇപ്പോഴും ഏട്ടനെ നേരിട്ട് വിളിച്ചു പറയാൻ എനിക്കിപ്പോഴും പേടിയാണ്. ക്ലാസ്സിൽ നിന്നും ഇറങ്ങി ക്യാമ്പസിലേക്ക് നടന്നതും രുദ്രൻ എൻ്റെ പിന്നാലെ വരുന്നത് കണ്ടു. ഇന്നലെ അങ്ങനെയൊക്കെ എനിക്ക് സംഭവിച്ചതിനാലാവാം അവൻ്റെ ആ വരവിന് പിന്നിലുള്ള കാരണമെന്ന് ഞാൻ ഊഹിച്ചു. തലേ ദിവസം ഇരുന്ന അതേ വാകച്ചുവട്ടിൽ ഞാൻ അന്നും ഇരുന്നു. ഏകദേശം 20 മിനിറ്റ് തികച്ചില്ല. അതിനു മുന്നേ തന്നെ ഏട്ടൻ കാറുമായി കോളേജിനുള്ളിലേക്ക് എത്തിയിരുന്നു. വണ്ടി നിർത്തിയതും എന്നെക്കാട്ടിലും മുൻപ് രുദ്രൻ കാറിനരികിലേക്ക് പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഡ്രൈവിംഗ് സീറ്റിൻ്റെ വശത്തുള്ള തുറന്നിട്ടിരിക്കുന്ന ഗ്ലാസ് ജനലിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ആൾ മുകുന്ദേട്ടനോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിലേക്ക് കയറിയത് തന്നെ. അവർ തമ്മിൽ സംസാരിക്കുന്ന എന്താണെന്ന് അറിയുവാനായിട്ട് ഞാനൊരു കാത് അങ്ങോട്ടേക്ക് നീക്കി വെച്ചു. ഇന്നലെ വന്ന ഗുണ്ടകളുടെ കാര്യമാണ് അവരുടെ സംസാര വിഷയം എന്ന് മനസ്സിലായത്. പിന്നീട് അങ്ങോട്ടേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ പോയില്ല. നിമിഷങ്ങൾ കടന്നുപോയി. ഏകദേശം 20 മിനിറ്റോളം അവർ സംസാരിച്ചുകൊണ്ട് നിന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. അല്ലെങ്കിൽ തന്നെ അതിൽ കൂടുതൽ ആശ്ചര്യപ്പെടാനായിട്ടൊന്നുമില്ല. കാരണം എൻ്റെ കോളേജിലെ ഏത് പുൽക്കൊടിയോട് ചോദിച്ചാലും മുകുന്ദനുണ്ണി എന്നൊരു പേര് അവർക്കെല്ലാം സുപരിചിതമായിരിക്കും. ഡിഗ്രി ആദ്യ വർഷം തന്നെ രുദ്രൻ മുകുന്ദേട്ടനോടുള്ള ആരാധന കൊണ്ട് ആളിൻ്റെ പാർട്ടിയിൽ ചെന്ന് ചേർന്നിരുന്നു. പിന്നീട് അന്ന് തൊട്ട് ഇന്ന് വരെ
ആ 4 വർഷങ്ങൾ അവൻ ആ പാർട്ടിയിൽ സജീവമാണ് താനും. മുകുന്ദേട്ടൻ്റെ പാർട്ടി ആശയങ്ങളെ രുദ്രൻ ബൈ പറഞ്ഞ് കൈവീശി കാട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് മുകുന്ദേട്ടൻ വണ്ടി മുന്നോട്ടേക്ക് എടുക്കുന്നത് തന്നെ. ഞാൻ മാത്രം തുടികൊട്ടുന്ന നെഞ്ചുമായി ഭയത്തോടെ ആളിനെ നോക്കിയിരുന്നു. കാരണം ഇനിയാണല്ലോ എല്ലാം നടക്കാൻ പോകുന്നതിൻ്റെ കേളികൊട്ട് തുടങ്ങുന്നത്. അതേ, വണ്ടി ടൗണിലേക്ക് കയറിയപ്പോഴാണ് പറയാനുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ പറയാമെന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചത്. പുരികം കൊക്കിട്ടിക്കൊണ്ട് ഏട്ടൻ പൊടുന്നനെ ചോദിച്ചതും അത്രയും നേരം സ്വരുക്കൂട്ടി വെച്ചിരുന്ന ധൈര്യം എങ്ങോട്ടേക്കോ ഊർന്നിറങ്ങിപ്പോയിരുന്നു. ഒരു തരം ഭയം വന്നെന്നെ പൊതിഞ്ഞു. അത് പിന്നെ ഞാൻ പിന്നെയും തത്തിക്കളിക്കുന്ന കണ്ടപ്പോൾ ഏട്ടൻ പതിയെ വഴിയുടെ അരികിലേക്ക് കാറ് നിർത്തി. എന്താ നിനക്ക് വേണ്ടേ? പൊടുന്നനെ ആള് ചോദിച്ചു, അതും ഗൗരവത്തോടെ തന്നെ. എനിക്കിത്തിരി വെള്ളം വേണം കുടിക്കാൻ. ആ സമയം നാവിൽ വന്നത് അങ്ങനെയാണ്. മുകുന്ദേട്ടൻ വണ്ടി വഴിയുടെ ഒരു സൈഡിലേക്ക് ഒതുക്കി കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അടുത്ത് കണ്ട ഒരു ബേക്കറിയിലേക്ക് കയറുന്ന കണ്ടു. നിമിഷനേരം വെള്ളക്കുപ്പി വാങ്ങിച്ചുകൊണ്ട് തിരിഞ്ഞു വന്ന് അതെൻ്റെ നേർക്ക് ആള് നീട്ടി. ഇനി എന്തേലും വേണോ? കുപ്പി കയ്യിൽ വാങ്ങി വേണ്ടെങ്കിലും 2 കവള് വെള്ളം കുടിച്ചപ്പോഴേക്കും ഏട്ടൻ ചോദിച്ചു. ആഹാ വേണ്ട. കള്ളത്തരം കാട്ടാൻ പോണ കുട്ടിയെപ്പോലെ ഞാൻ പതിയെ പറഞ്ഞു. ശേഷം ബോട്ടിലിൻ്റെ അടപ്പ് മുറുക്കി പതിയെ അത് മടിയിലേക്ക് വെച്ച. എന്നാ പോയേക്കാം. സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് ആള് ചോദിച്ചപ്പോൾ നാവ് ഒട്ടി വരണ്ടവളെ പോലെ മുകുന്ദേട്ടന് മുൻപിൽ സ്തബ്ധയായി ഞാനിരുന്നു. വണ്ടിക്കുള്ളിലെ AC-യിൽ ഞാൻ വിയർക്കുന്നുണ്ടായിരുന്നു. നെറ്റിയുടെ ഇരുവശങ്ങളിൽ നിന്നും വിയർപ്പുതുള്ളികൾ താഴേക്കൊഴുകി വന്ന് കവളിനെ നനച്ചുവെന്നും ഞാൻ അറിഞ്ഞതേയില്ല. എന്തേലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? എൻ്റെ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോഴേക്കും മുകുന്ദേട്ടൻ എന്ന് പേടിച്ചുപോയി എന്നായിരുന്നു സത്യം. എന്തോ പറയാനായി ഞാൻ ശബ്ദമുണ്ടാക്കുവാൻ ശ്രമിച്ചു. പക്ഷേ ഒരു കാറ്റു മാത്രമേ തൊണ്ടക്കുഴിയിൽ നിന്നും പുറത്തേക്ക് വന്നുള്ളൂ. എന്താണ് പ്രിയേ, വല്ലായ്മ വല്ലതും തോന്നുന്നുണ്ടോ? ആളിൻ്റെ മുഖത്തെ വെപ്രാളം ഞാൻ കൊതിയോടെ ഇത്തിരി നേരം നോക്കിയിരുന്നു. എനിക്കായി ആശങ്കപ്പെടുന്ന മുകുന്ദേട്ടൻ ആ സമയവും എന്നിലെ പ്രണയത്തെ വീണ്ടും കൂട്ടാൻ പോകുന്നായിരുന്നു. പ്രിയ, നിന്നോടാ ഞാൻ ചോദിച്ചേ, തല കറങ്ങുന്നുണ്ടോ? ഹോസ്പിറ്റലിൽ പോണോ? ഞാൻ വയ്യാതെ ഇരിക്കുന്നത് കൊണ്ടാവണം ആള് വല്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ട്. ഇല്ല, അങ്ങനൊന്നുമില്ല. എങ്ങനെയൊക്കെയോ വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഞാൻ പറഞ്ഞു. എന്നാ പോകാം. ഏട്ടൻ എൻ്റെ അനുവാദത്തിനായി വീണ്ടും കാത്തു. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. വിയർപ്പ് തുള്ളികൾ നനഞ്ഞ കഴുത്തും മുഖവും ചുരിദാറിൻ്റെ ഷാളുകൊണ്ട് പല പ്രാവശ്യം ഞാൻ തൂത്തുണക്കി. എന്തിനോ വേണ്ടി എന്നോണം. എന്താ? എൻ്റെ വിറയ്ക്കുന്ന ശരീരവും വിക്കിയുള്ള സംസാരവും കണ്ടുകൊണ്ടാവണം ആളെന്നെ ആശങ്കയോടെ അപ്പോൾ നോക്കിയത്. അത് പിന്നെ പറയേണ്ട കാര്യം നാവിൻ തുമ്പിലുണ്ടെങ്കിലും അത് പുറത്തേക്ക് വരാതെ എന്നെ വട്ടം ചുറ്റിച്ചു. മനസ്സിലുള്ളത് പറഞ്ഞാലുള്ള ഏട്ടൻ്റെ പ്രതികരണം ഓർത്തായിരുന്നു എൻ്റെ പേടി മുഴുവനും. പറഞ്ഞാൽ ചിലപ്പോൾ ഇനിയൊരിക്കലും എന്നോടിങ്ങനെ സംസാരിക്കില്ലായിരിക്കാം. ഇനി ഒരു വട്ടം പോലും എന്നോട് ഈ കരുതൽ കാണിക്കില്ലായിരിക്കാം. എന്തിനേറെ പറയുന്നു, ഒരു വട്ടം പോലും മുകുന്ദേട്ടൻ്റെ നോട്ടം എന്നെ തേടി വെറുതെ പോലും വരികയില്ലായിരിക്കാം. എന്താണേലും പ്രിയ പറഞ്ഞോളൂ. എനിക്കെന്തെങ്കിലും ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടെന്ന് ഓർത്താവണം മുകുന്ദേട്ടൻ ആ സമയം എന്നെ ആശങ്കയോടെ നോക്കിയിരുന്നത്. എനിക്ക് പറയാനാവാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. മാനസിക സംഘർഷങ്ങളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് എൻ്റെ നെഞ്ചകം പെരുമ്പറ കൊട്ടി. കൈവിരലുകൾ പരസ്പരം കെട്ടിപ്പിണഞ്ഞു അഴിഞ്ഞുയിരുന്നു. നിനക്കെന്താ? സീറ്റ് ബെൽറ്റ് ഊരി ഏട്ടൻ എൻ്റെ നേർക്ക് തിരിഞ്ഞിരുന്നു. എനിക്ക് പേടി കൊണ്ട് ഞാൻ ഏങ്ങലടിച്ചു. എന്താ പ്രിയേ, വീട്ടിൽ വിളിക്കണോ? ദീപേച്ചിയെ വിളിച്ചു തരണോ? ഡാഷ്ബോർഡിൽ കിടന്ന ഫോൺ കയ്യിലെടുത്തുകൊണ്ട് ആൾ എൻ്റെ മുഖത്തേക്ക് നോക്കി സംശയത്തോടെ തിരക്കി. നിറഞ്ഞൊഴുകുന്ന മിഴികൾ തുടയ്ക്കാതെ തന്നെ ഞാൻ അതിനെ തടഞ്ഞു. പിന്നെന്താ? ഇത്തവണ ഏട്ടൻ്റെ ശബ്ദത്തിൽ പതിവിൽ കൂടുതൽ ഗൗരവം കലർന്നിരുന്നു. ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് എൻ്റെ മുകുന്ദേട്ടനെ നഷ്ടപ്പെടും. ഏട്ടനില്ലെങ്കിൽ ഈ പ്രിയ ജീവിച്ചിരിക്കുന്നതിനെ വെറുതെയല്ലേ? പൊടുന്നനെ അക്കാര്യം ഓർമ്മയിൽ വന്നതും ഞാൻ പെട്ടെന്ന് കണ്ണുകൾ ഇറുക്കി പിടിച്ചു. കൈവിരലുകളെ പരസ്പരം കോർത്തു മുറുക്കി ഇഴ ചേർത്തു. ശ്വാസം ആയത്തിലുള്ളിലേക്ക് വലിച്ച് പുറത്തേക്ക് വിട്ടു. വായിലെ വറ്റിയ നാവിനെ എങ്ങനെയൊക്കെയോ മോണയിൽ നിന്ന് അമർത്തിയെടുത്ത് താഴേക്ക് കൊണ്ടുവന്നു. എനിക്ക് മൂന്തേട്ടനെ ഇഷ്ടമാണ്. ഒടുവിൽ എന്നിൽ നിന്നും ആ വാക്കുകൾ ശക്തമായി പുറത്തേക്ക് തെറിച്ചു. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ, അടുത്ത പാട്ടുമായിട്ട് വേഗം വരാവേ.